നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. UK-യിൽ സിവിൽ സർവീസിൽ 10,000 തൊഴിലുകൾ വെട്ടിക്കുറയ്ക്കുമെന്ന് ചാൻസലർ റേച്ചൽ റീവ്സ് പ്രഖ്യാപിച്ചു. സർക്കാർ ചെലവ് കുറയ്ക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി വരുന്ന 5 വർഷത്തിനുള്ളിൽ ഭരണച്ചെലവിൽ 15% കുറവ് വരുത്തും. ഇത് വാർഷിക ചെലവ് £2 ബില്യൺ ലാഭിക്കുമെന്നാണ് കണക്ക്. HR, ഓഫീസ് മാനേജ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ തസ്തികകളിലാണ് പ്രധാന കുറവ് വരുത്തുക. എന്നാൽ യൂണിയനുകൾ ഇത് പൊതുസേവനങ്ങളെ ബാധിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ 15 വർഷത്തെ അവഗണനയ്ക്ക് ശേഷം ഇത്തരം വെട്ടിക്കുറയ്ക്കലുകൾ അരാജകത്വത്തിലേക്ക് നയിക്കുമെന്ന് പബ്ലിക് ആൻഡ് കൊമേഴ്ഷ്യൽ സർവീസസ് യൂണിയൻ ജനറൽ സെക്രട്ടറി ഫ്രാൻ ഹീറ്റ്കോട്ട് പറഞ്ഞു. സാങ്കേതിക വിദ്യയും AI-യും ഉപയോഗിച്ച് കാര്യക്ഷമത വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമെന്ന് റീവ്സ് പറഞ്ഞു. ബുധനാഴ്ചയാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. കോവിഡ് കാലത്ത് വർദ്ധിച്ച ജീവനക്കാരുടെ എണ്ണം ഇനി നിലനിർത്തേണ്ടതില്ലെന്നും അവർ വ്യക്തമാക്കി. എന്നാൽ പ്രതിപക്ഷവും യൂണിയനുകളും ഈ നീക്കത്തെ എതിർത്ത് രംഗത്തെത്തിയിട്ടുണ്ട്. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ കൗൺസിലുകൾക്ക് റോഡുകളിലെ കുഴികൾ അറ്റകുറ്റപ്പണി നടത്താൻ നിർദ്ദേശം നൽകി. രാജ്യവ്യാപകമായി റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ തീരുമാനം. പ്രാദേശിക കൗൺസിലുകൾക്ക് അടിയന്തര ഫണ്ട് അനുവദിക്കുമെന്നും അവർ വ്യക്തമാക്കി. കഴിഞ്ഞ ശൈത്യകാലത്ത് കുഴികൾ വർദ്ധിച്ചത് ഗതാഗതത്തിനും വാഹനങ്ങൾക്കും ഗുരുതര പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. നല്ല റോഡുകൾ ജനങ്ങളുടെ അവകാശമാണെന്നും അത് ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണെന്നും സ്റ്റാർമർ പറഞ്ഞു. ഈ പദ്ധതിക്കായി £500 മില്യൺ അധിക ബജറ്റ് നീക്കിവെക്കും. കൗൺസിലുകൾക്ക് ജൂൺ മാസത്തോടെ പ്രവൃത്തി ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റോഡ് സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനൊപ്പം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഈ നീക്കം സഹായിക്കുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു. എന്നാൽ പ്രതിപക്ഷം ഫണ്ട് അപര്യാപ്തമാണെന്ന് വിമർശിച്ചു. മാഞ്ചസ്റ്ററിൽ 8 വയസ്സുള്ള ആൺകുട്ടിക്കും അമ്മയ്ക്കും നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 ബ്ലാക്ക്ലിയിലെ ഹേവർഫീൽഡ് റോഡിൽ നടന്ന സംഭവത്തിൽ ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കുകൾ ഗുരുതരമല്ലെന്ന് ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസ് അറിയിച്ചു. ആക്രമണം നടത്തിയ നായ സുരക്ഷിതമായ ഇനമാണെന്ന് കരുതപ്പെടുന്നു. നായയെ സംഭവസ്ഥലത്ത് തടഞ്ഞുവെച്ചു. സംഭവത്തിന് പിന്നാലെ ആയുധധാരികളായ പോലീസും ഡോഗ് യൂണിറ്റും എമർജൻസി സർവീസുകളും സ്ഥലത്തെത്തി. കുട്ടിയുടെയും അമ്മയുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സംഭവത്തിന്റെ കാരണം അന്വേഷിക്കാൻ പോലീസ് തീവ്ര ശ്രമത്തിലാണ്. ദേശവാസികൾക്ക് ആശങ്കയുണ്ടെങ്കിലും സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്ന് അധികൃതർ ഉറപ്പു നൽകി. ലിബറൽ ഡെമോക്രാറ്റ് നേതാവ് സർ എഡ് ഡേവി UK ഡൊണാൾഡ് ട്രംപിനെതിരെ നിലപാട് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. US പ്രസിഡന്റിനെ കൊള്ളക്കാരൻ എന്ന് വിശേഷിപ്പിച്ച് ഹാരോഗേറ്റിൽ നടന്ന പാർട്ടി സമ്മേളനത്തിൽ അദ്ദേഹം സംസാരിച്ചു. ട്രംപിന്റെ പുതിയ തീരുവ നയങ്ങൾക്കെതിരെ യൂറോപ്യൻ യൂണിയനും കാനഡയും ചേർന്ന് പ്രതികരിക്കണമെന്ന് ഡേവി നിർദ്ദേശിച്ചു. ഏപ്രിൽ 2 മുതൽ US തീരുവ ഏർപ്പെടുത്തുമ്പോൾ UK-യിൽ നിന്നുള്ള സ്റ്റീലിനും അലൂമിനിയത്തിനും 25% തീരുവ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടെസ്ല കാറുകൾക്ക് തീരുവ ചുമത്തണമെന്ന് ഡേവി പറഞ്ഞു. എന്നാൽ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പ്രായോഗിക സമീപനം സ്വീകരിക്കുമെന്ന് പ്രതികരിച്ചു. ട്രംപിനെ ശക്തിയോടെ നേരിടണമെന്നും യുക്രൈനെ വഞ്ചിച്ചു എന്നും ഡേവി ആരോപിച്ചു. യൂറോപ്പിന്റെ സുരക്ഷയെ ട്രംപ് വിറ്റഴിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിന്റെ വിമർശനത്തിനെതിരെയും ഡേവി തിരിച്ചടിച്ചു. ഗ്ലാസ്ഗോയിൽ 15 വയസ്സുള്ള സ്കൂൾ വിദ്യാർത്ഥി അമൻ ഡെക്ലയുടെ മരണവുമായി ബന്ധപ്പെട്ട 3ാമത്തെ കൗമാരക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാർച്ച് 5 രാത്രി 10:30 മേരിഹിൽ പ്രദേശത്തെ ക്ലാരൻഡൻ സ്ട്രീറ്റിൽ ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ അമൻ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. 16 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ് പുതുതായി അറസ്റ്റിലായത്. ഇയാൾ തിങ്കളാഴ്ച ഗ്ലാസ്ഗോ ഷെരീഫ് കോടതിയിൽ ഹാജരാക്കും. നേരത്തെ 14ഉം 15ഉം വയസ്സുള്ള 2 ആൺകുട്ടികളെ അറസ്റ്റ് ചെയ്തിരുന്നു. 14-കാരനെ കൊലപാതകത്തിനും 15-കാരനെ ആക്രമണത്തിനും കുറ്റം ചുമത്തി. എറിട്രിയൻ അഭയാർത്ഥിയായിരുന്ന അമേൻ പിതാവിനൊപ്പം ഗ്ലാസ്ഗോയിലായിരുന്നു താമസിച്ചിരുന്നത്. കുടുംബത്തിന് പിന്തുണ നൽകുന്നതിനൊപ്പം പോലീസ് അന്വേഷണം തുടരുകയാണ്. UK-യിലെ പബ്ബുകളിൽ 1 പൈന്റ് ബിയറിന്റെ ശരാശരി വില ഏപ്രിലിൽ £5 കൂടും. ബ്രിട്ടീഷ് ബിയർ ആൻഡ് പബ് അസോസിയേഷൻ പറയുന്നതനുസരിച്ച് ശരാശരി വില £4.80 നിന്ന് £5.01 ഉയരും. ദേശീയ മിനിമം വേതനം, നാഷണൽ ഇൻഷുറൻസ് നിരക്കുകൾ, ബിസിനസ് റേറ്റ് ഡിസ്കൗണ്ട് കുറയ്ക്കൽ എന്നിവയാണ് വില വർധനയ്ക്ക് കാരണം. പബ്ബുകൾക്ക് ഈ ചെലവുകൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ നിർബന്ധിതരാകുന്നു. പബ്ബുകൾക്ക് ലാഭം നിലനിർത്താൻ ഇത് അനിവാര്യമാണെന്ന് BBPA-യുടെ എമ്മ മക്ലാർക്കിൻ പറഞ്ഞു. കോവിഡ് മഹാമാരി, ഊർജ്ജ പ്രതിസന്ധി, ജീവിത ചെലവ് വർധന എന്നിവയിൽ നിന്ന് പബ്ബുകൾ ഇനിയും കരകയറിയിട്ടില്ല. 2024 ഡിസംബറിൽ പബ്ബുകളുടെ എണ്ണം 39,000-ൽ താഴെയായി. സർക്കാർ ചെലവ് നിയന്ത്രിക്കണമെന്ന് BBPA ആവശ്യപ്പെടുന്നു. അല്ലെങ്കിൽ പബ്ബുകൾ അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തും. അടുത്ത ഞായറാഴ്ച മുതൽ സമ്മർ ടൈം തുടങ്ങും. മാർച്ച് 30 ഞായറാഴ്ച ബ്രിട്ടനിലെ ക്ലോക്കുകൾ 1 മണിക്കൂർ മുന്നോട്ടു പോകും. ഗ്രീനിച്ച് മീൻ ടൈം അല്ലെങ്കിൽ ഡേ ലൈറ്റ് സേവിംഗ് ടൈം ആരംഭിക്കുന്നതിന്റെ സൂചനയാണിത്. 12 മണിക്കൂറിലേറെയുള്ള പകലുകൾ പരമാവധി ഉപയോഗിക്കുന്നതിനായിട്ടാണ് സമയമാറ്റം.
അടുത്ത മാസം മുതൽ മിക്ക കൗൺസിലുകൾക്കും രണ്ടാമത്തെ ഭവനത്തിന് ഇരട്ടിയിലധികം നികുതി ഈടാക്കും. എന്നാൽ രണ്ടാമത്തെ ഭവനത്തിന് കൂടിയ നികുതി ചുമത്താനുള്ള നിർദ്ദേശം ഉദ്ദേശഫലം ചെയ്യില്ലെന്ന് ഈ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. 100% നികുതിയാണ് മിക്ക കൗൺസിലുകളും നിലവിൽ രണ്ടാമത് സ്വന്തമാക്കുന്ന വീടുകൾക്ക് ചുമത്താൻ പോകുന്നത്. എന്നാൽ ഭവന പ്രതിസന്ധി പരിഹരിക്കാൻ ഈ നടപടി കാര്യമായി ഒന്നും ചെയ്യുന്നില്ലെന്നാണ് ഇതിനെതിരെ പ്രചാരണം നടത്തുന്നവർ പറയുന്നത്. അതുമാത്രമല്ല, ഈ നികുതി സമ്പ്രദായം ആളുകളുടെ പണം കൊള്ളയടിക്കാനാണെന്നാണ് ഉയർന്നുവരുന്ന വിമർശനം. സർക്കാർ കണക്കുകൾ പ്രകാരം 5,57,000 ഭവനങ്ങളാണ് ഈ വിഭാഗത്തിൽപ്പെടുന്നത്. 200-ലധികം കൗൺസിലുകൾ അവതരിപ്പിക്കുന്ന പുതിയ ചാർജ് 445 മില്യണിലധികം വരുമാനമുണ്ടാക്കുമെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കൗൺസിലുകളുടെ ഈ നടപടി ഒരു നിക്ഷേപം എന്ന നിലയിൽ പുതിയ വീടുകൾ വാങ്ങുന്നതിൽ നിന്നും ആളുകളെ പിന്തിരിപ്പിക്കുമെന്നാണ് വിപണിയിലെ വിദഗ്ധർ വിലയിരുത്തുന്നത്. തങ്ങളുടെ പ്രദേശത്തെ ഭവന പ്രതിസന്ധി പരിഹരിക്കലാണ് രണ്ടാമത്തെ വീടുകൾക്ക് നികുതി കൂട്ടി വാങ്ങുന്നതിലൂടെ കൗൺസിലുകൾ ലക്ഷ്യം വയ്ക്കുന്നത്. നോർത്താംപ്ടൺഷയർ കൗണ്ടിയിലെ കെറ്ററിംഗിൽ താമസിക്കുന്ന മലയാളി നിര്യാതനായി. കോട്ടയം നീണ്ടൂർ കൈപ്പുഴ സ്വദേശിയായ ഷൈജു ഫിലിപ്പാണ് നിര്യാതനായത്. ഷൈജു UKKCA അംഗം കൂടിയായിരുന്നു. ആലപ്പുഴയിൽ ഹോട്ടൽ അടിച്ചു തകർത്ത് UK പൗരനായ ടൂറിസ്റ്റ്. ആലപ്പുഴയിൽ സ്വകാര്യ ഹോട്ടൽ UK പൗരൻ അടിച്ചു തകർത്ത് ജീവനക്കാരെ കയ്യേറ്റം ചെയ്തു. UK പൗരനായ ജാക്ക് ബ്ലാക്ക് ബോണാണ് ഹോട്ടലിന്റെ ഗ്ലാസ് അടിച്ചു തകർത്ത് ജീവനക്കാരെ കയ്യേറ്റം ചെയ്തത്. ബുധനാഴ്ച രാവിലെ 10 മണിക്കാണ് സംഭവം നടന്നത്. കളഞ്ഞുപോയ ഫോൺ തിരികെ വാങ്ങാൻ ഇയാൾ ഹോട്ടലിലെത്തിയപ്പോഴാണ് ആക്രമണം നടത്തിയത്. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.